Hi guys, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആകണം എന്ന് പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് കിട്ടിയിട്ടും അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഡാമേജ്ഡ് ആയി പോവാറുണ്ട്, ബ്രേക്കപ്പ് സംഭവിക്കാറുണ്ട്. സോ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോകുന്നത്? ഒരു പക്ഷേ നമ്മുടേതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ആയിരിക്കും. ആ കാരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ, സ്വാഭാവികമായി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ നിലനിർത്താൻ സാധിക്കും. അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഏതൊരു റിലേഷൻഷിപ്പിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ്. എസ്പെഷ്യലി നിങ്ങളൊരു പ്രണയബന്ധത്തിലോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഒരു വിശ്വാസമില്ലാത്ത രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ റിലേഷൻഷിപ്പ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകളെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാറുണ്ട്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അവർ ഓൺലൈനിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ എൻഗേജ്ഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ കോൾ ബിസി ആയിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇവർ നേരിടുന്ന സമയത്ത് ഇത്തരം ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആളുകൾ അവരുമായിട്ട് സ്ക്രീൻഷോട്ട് അയക്കി അല്ലെങ്കിൽ എന്താ നീ ചെയ്തുകൊണ്ടിരുന്നത്, ആരോടാണ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവരെ വിശ്വാസമല്ലാത്ത രീതിയിൽ അവർ ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ ചെയ്തത് എന്താണോ അതിനുള്ള പ്രൂഫ് കാണിക്കുക എന്ന രീതിയിൽ സംസാരിക്കാറുണ്ട് പല ആളുകളും. ഇപ്പോഴും ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് തകർന്നു പോകും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇത് കൂടുതലായി ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ കൂടുതലായി ഈ ഒരു കാര്യം അവർക്ക് നേരിടേണ്ടി വരുന്ന സമയത്ത് അവരതൊന്നുകൂടി റീതിങ്ക് ചെയ്യും. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് റീതിങ്ക് ചെയ്യും. കാരണം അവരുടെ ഭാഗത്താണ് കറക്റ്റ് ആയിട്ടുള്ള ന്യായം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഒരാൾക്കും ഇങ്ങനെയുള്ള ഒരു സ്വഭാവത്തോട് അഡ്ജസ്റ്റഡ് ആയി പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങളിങ്ങനെ ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിങ്ങളുടെ മൈൻഡിലുണ്ട്, ആ രീതിയിലാണ് നിങ്ങളുടെ പ്രവൃത്തിയും സംസാരവും എന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തകരാൻ അധിക സമയം വേണ്ട എന്ന് മനസ്സിലാക്കുക. സെക്കൻഡ് റീസൺ ആണ് ഓവർ പൊസസീവ്നെസ്, അതുപോലെ തന്നെ ഓവർ കൺട്രോളിങ്. ഒരു പക്ഷേ പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ക്യാരക്ടറിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് പതുക്കെ കൺട്രോളിങ്ങിലേക്കും ഓവർ കൺട്രോളിങ്ങിലേക്കും ഓവർ പൊസസീവ്നെസ്സിലേക്കും ഒക്കെ മാറാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പരിധി വരെയൊക്കെ പൊസസീവ്നെസ് എല്ലാ ആളുകൾക്കും നല്ലതാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നല്ലതാണ്. പക്ഷേ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ തന്നെ പൊസസീവ്നെസ് ആണെങ്കിലും അധികമായി കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് തകരാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകളിൽ ഇപ്പോഴും ചെയ്യുന്ന ഒരു പ്രവണതയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്, ഒരു വ്യക്തിയോട് അധികമായി സംസാരിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇടപഴകി കഴിഞ്ഞാലോ ഒക്കെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അതിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് ഓവർ പൊസസീവ്നെസ് ആണ് എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിന് ഒട്ടും നല്ലതല്ലാത്ത ഒരു കാര്യമാണ്. സോ ഓവർ പൊസസീവ്നെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അത് പതിയെ കൺട്രോളിങ്ങിലേക്കും ഓവർ കൺട്രോളിങ്ങിലേക്കും ഒക്കെ നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പൊസസീവ്നെസ് കൂടുന്ന സമയത്ത് പിന്നീട് അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, അത് നല്ലതല്ല, ഇത് നല്ലതല്ല എന്ന രീതിയിലേക്കുള്ള ഒരു ഓർഡറിങ് രീതിയിലേക്ക് മാറി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതെല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പതിയെ ആ വ്യക്തിയും വീണ്ടും ചിന്തിക്കും, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളത് റീതിങ്കിങ്ങിനുള്ള ഒരു അവസരം അവർക്ക് അവിടെ തനിയെ സൃഷ്ടിക്കപ്പെടുകയാണ്, നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ഓവർ കൺട്രോളിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ആ റിലേഷൻഷിപ്പിനെ തകർക്കാനുള്ള അല്ലെങ്കിൽ സ്വാഭാവികമായി തകരാനുള്ള ഒരു കാരണമായിട്ട് വരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു റീസൺ, ഒരു റിലേഷൻഷിപ്പ് തകരാനുള്ള മറ്റൊരു റീസൺ, എക്സ്ക്യൂസസുകൾ ഒരുപാട് കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരിക്കും. എന്നാലും ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയിക്കഴിഞ്ഞാൽ പല ആളുകളും ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുക, ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടും അതൊന്നും ചെയ്യാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ടും അതല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കാനും തുടങ്ങും. സോ
സോ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തി എന്ത് പ്ലാനിങ് നടത്തി കഴിഞ്ഞാലും ലാസ്റ്റ് മൊമെന്റിൽ ക്യാൻസലേഷൻ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ പറഞ്ഞ വാക്കുകളൊന്നും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോമിസ് നൽകാൻ പറ്റുന്നില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള എക്സ്ക്യൂസസുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിലും അവിടെ ഒരു റീതിങ്കിങ്ങിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കിക്കാണുന്നത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലായിരിക്കും. സോ നിരന്തരമായി ഇങ്ങനെ എക്സ്ക്യൂസസ് കണ്ടെത്തി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്നുണ്ട്, ഒരു ആബ്സെന്റ് വരുത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു റിലേഷൻഷിപ്പ് റീതിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് ലഭിക്കും. അതും ഒരു റിലേഷൻഷിപ്പിനെ തകരാനുള്ള കാരണമായി മാറും. ദെൻ മറ്റൊരു റീസൺ ആണ് ടോർച്ചറിങ് ആറ്റിറ്റ്യൂഡ്. ചില ആളുകളിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റൂ, എല്ലാ ആളുകളിലും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതായത് ചില കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ അവരെ ആക്സസ് ചെയ്യാനോ അവരുമായിട്ട് കണക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഉടനടി അവർ നമ്മളോട് ദേഷ്യപ്പെടുന്നു. അവരുടെ ആ ഒരു ഇമോഷൻ വൾഗറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഹാംഫുള്ളായ രീതിയിലൊക്കെ അവർ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു തരം ബുദ്ധിമുട്ടായിട്ട് വരും അല്ലേ. നിരന്തരമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഫോൺ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഫോൺ ചെയ്തെന്ന് വിചാരിക്കുക. അവർക്ക് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. സോ നിരന്തരമായിട്ട് അവർ നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് അറ്റൻഡ് ചെയ്തില്ല. ഒരുപക്ഷെ നിങ്ങളതിനുള്ള ജെന്യൂൻ റീസൺ പറഞ്ഞിട്ടും ഇതേ കാരണം തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് നിങ്ങളെ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്കത് തീരെ ഇഷ്ടപ്പെടില്ല. അവർക്ക് എന്നല്ല, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ ടോർച്ചറിങ് എന്ന് പറയുന്നത് പൊതുവെ ആരും ഇഷ്ടപ്പെടാത്ത, ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, ഈ ഒരു ടോർച്ചറിങ് ആറ്റിറ്റ്യൂഡാണ് എല്ലാ കാര്യത്തിലും നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരും ഒന്നുകൂടി റീതിങ്ക് ചെയ്യും. ഈ റിലേഷൻഷിപ്പ് വേണോ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ, എനിക്ക് യോജിച്ച ഒരാളാണോ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, ഞാൻ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അവർ റീതിങ്ക് ചെയ്യും. സോ ടോർച്ചറിങ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും മാക്സിമം മാറ്റാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു റിലേഷൻഷിപ്പിനെ അത് നെഗറ്റീവായി ഇമ്പാക്റ്റ് ചെയ്യും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ റീസൺ നമുക്ക് നോക്കാം. അതാണ് സില്ലി തിങ്സിൽ സ്റ്റക്ക് ചെയ്യുക എന്നുള്ളത്. ഇത് മാക്സിമം ആളുകൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്നാലും ചില ആളുകൾ സ്റ്റിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും സ്റ്റക്കായി നിൽക്കും. എന്നിട്ട് അത് തന്നെ പ്രശ്നങ്ങൾ വീണ്ടും 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 ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ തന്നെ വീണ്ടും സംസാരിച്ച് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആവുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പിന് ഒരു പ്രോഗ്രസ് ഉണ്ടായിരിക്കില്ല. അവർ എവിടെയാണോ ആ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു പ്രോഗ്രസ് തന്നെയായിരിക്കും, ആ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പിൽ തന്നെയായിരിക്കും. ഒരിക്കലും അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം വളരെ നിസ്സാരമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളിലും ആയിരിക്കും അവർ വീണ്ടും വീണ്ടും കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല റിലേഷൻഷിപ്പും പാതി വഴിയിലൊക്കെ നിർത്തേണ്ടി വരുന്നത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സംഭവിക്കുന്നത്. സോ വളരെ നിസ്സാരം എന്ന് തോന്നുന്ന, നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്രത്തോളം സീരിയസ്നെസ് കൊടുക്കേണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രഷറും ടൈമും എനർജിയൊന്നും വേസ്റ്റ് ചെയ്യാതെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളുകളിലേക്കൊക്കെ മുന്നോട്ട് നോക്കിക്കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ നിരന്തരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള റിലേഷൻഷിപ്പ് തീർച്ചയായും അത് ഇല്ലാതാവാനോ അല്ലെങ്കിൽ അതിന് ബ്രേക്കപ്പ് സംഭവിക്കാനൊന്നും അധിക സമയം വേണ്ട എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പ്, ചില ആളുകളൊക്കെ ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേർഡ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തത് കൊണ്ട് പാതി വഴിയിൽ അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി പോകുന്നുണ്ട്. ഒരുപക്ഷെ ആ റിലേഷൻഷിപ്പ് അവർക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രം. സോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ്, അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്